സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിലെ ആഘോഷങ്ങൾക്ക് തുടക്കം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തൊരുക്കിയിരിക്കുന്ന പ്രദർശന വിപണനമേളയാണ് പ്രധാന ആകർഷണം. റോഡ് വികസനം, ഗതാഗത രംഗം, ടൂറിസം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഇടുക്കി മാറുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനം പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. ഇറിഗേഷൻ മ്യൂസിയം, സാംസ്കാരിക മ്യൂസിയം, മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്നിവ ജില്ലയിൽ സ്ഥാപിക്കുന്നതിനുള്ള അക്ഷീണ പ്രയത്നം നടക്കുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികം, അതുമായി അനുബന്ധിച്ചാണ് ഈ പ്രദർശന വിപണനമേള തയ്യാറാക്കിയിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഈ വിപണനമേള എന്ന് പറയുന്നത് ഒരു പ്രകടമായ വിലയിരുത്തലിന് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. 60 വർഷമായി സംസ്ഥാനത്ത് 17 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമായിരുന്ന കുടിവെള്ള കണക്ഷനുകൾ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 40 ലക്ഷം കുടുംബങ്ങൾക്ക് ലഭ്യമാക്കിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വേനൽച്ചൂടിൽ കൃഷിനാശം സംഭവിച്ച ഏലം കർഷകർക്ക് നഷ്ടപരിഹാരം നൽകി പിണറായി സർക്കാർ പുതിയ കീഴ്വഴക്കം സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വാഴൂർ സോമൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നേൽ, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്, ADM ഷൈജു P ജേക്കബ്, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ഒപ്പം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉദ്ഘാടനവേളയിൽ പങ്കെടുത്തു. ഘോഷയാത്ര മേള നഗരിയിൽ എത്തിയതോടെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്തുകളുടെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് പേർ അണിനിരന്നു. ചെണ്ടമേളം, ബാൻഡുമേളം, നാസിക് ഡോൾ തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. മന്നാങ്കൂത്ത്, മയിലാട്ടം, തെയ്യം തുടങ്ങിയ തനത് കലാരൂപങ്ങൾ, വിവിധ വകുപ്പുകൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരങ്ങൾ, കരാട്ടെ എന്നിവ വിളംബര ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ത്രിതല പഞ്ചായത്തുകളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ വർണ്ണക്കുടകളുമായി അണിനിരുന്ന വനിതകൾ ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. ശുചിത്വ കേരളം, സുന്ദര കേരളം എന്ന ആശയം പങ്കുവച്ച് ഹരിത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹരിതകർമ്മ സേനാംഗങ്ങളും വിളംബര ജാഥയിൽ അണിചേർന്നു. ഓരോ വകുപ്പുകളുടെയും ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിവിധ വകുപ്പുകളുടെ പോസ്റ്ററുകളും ജാഥയിൽ ശ്രദ്ധേയമായി. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ച ഹരിതകർമ്മയുടെ നിശ്ചല ദൃശ്യവും പഞ്ചായത്തിന്റെ മാപ്പും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യവും ആകർഷകമായി. SPC കേഡറ്റ്, കുടുംബശ്രീ മിഷൻ, ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ഭൂരേഖ സർവേ വകുപ്പ്, കൃഷി വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, സഹകരണ വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകളും വിളംബര ഘോഷയാത്രയിൽ അണിചേർന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, രാജ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നേൽ, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവരും വിളംബര ഘോഷയാത്രയിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കി വാഴത്തോപ്പ് ഗവൺമെന്റ് VHSS മൈതാനത്ത് സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ കേരള പോലീസ് ഒരുക്കിയ ശ്വാന പ്രദർശനം ജനങ്ങൾ നിറകയ്യടികളോടെയാണ് സ്വീകരിച്ചത്. മേളയുടെ പ്രധാന വേദിയോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് കുറ്റാന്വേഷണ രംഗത്ത് മികവ് പുലർത്തുന്ന കേരള പോലീസിന് ശ്വാനസേനാംഗങ്ങളുടെ പ്രകടനം അരങ്ങേറിയത്. വയനാട് ദുരന്തത്തിൽ മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്തി കേരള പോലീസിനെ സഹായിച്ച ഏഞ്ചൽ എന്ന പോലീസ് നായ ഏവരുടെയും ശ്രദ്ധ നേടി. കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും പ്രദർശനത്തിൽ മികച്ച പ്രകടനത്തിലൂടെ ബീഗിൾ ഇനത്തിൽപ്പെട്ട ഡോളി എന്ന നായ കാണികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ മണത്ത് കണ്ടുപിടിച്ച് വൻ സ്ഫോടനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഡോളിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ട്രാക്കർ നായ്ക്കളായ ജൂണോ,
എക്സ്പ്ലോസീവ് സ്നിഫർ ഡോഗായ മാഗി, നർക്കോട്ടിക് വിഭാഗത്തിൽ നിന്ന് ലൈക്ക, സെർച്ച് റെസ്ക്യൂ ഡോഗായ ഡോണ എന്നീ നായ്ക്കൾ പ്രദർശനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മേളയിൽ എല്ലാ ദിവസവും നടക്കുന്ന പ്രദർശനത്തിൽ ബെൽജിയം, ലാബ്രഡോർ, ബീഗിൾ, ജർമ്മൻ ഷെപ്പേർഡ് എന്നിങ്ങനെ വിവിധ ഇനത്തിലുള്ള നായ്ക്കളാണ് കാണികൾക്ക് മുന്നിൽ അണിനിരക്കുന്നത്. പ്രദർശനത്തിന് ശേഷം കാഴ്ചക്കാർക്ക് നായ്ക്കളെ പരിചയപ്പെടാനും അവയോടൊപ്പം സെൽഫി എടുക്കാനുമുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. ഇടുക്കി ചെറുതോണി വാഴത്തോപ്പ് VHSS സ്കൂൾ മൈതാനത്ത് ആരംഭിച്ച എന്റെ കേരള പ്രദർശന വിപണന മേളയിലെത്തിയാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പെനാൽറ്റി കിക്ക് അടിച്ചത്. കായിക യുവജനക്ഷേമ വകുപ്പിന്റെ കായിക കേരള സ്റ്റാളിലെത്തിയ മന്ത്രി ചലഞ്ചിങ് സ്റ്റേഷന്റെ ഭാഗമായി തയ്യാറാക്കിയ പ്രത്യേക പോസ്റ്റിലാണ് പെനാൽറ്റി കിക്ക് അടിച്ചത്. കാഴ്ചക്കാർ ആവേശത്തോടെ മന്ത്രിയെ പ്രോത്സാഹിപ്പിച്ചു. മന്ത്രിക്ക് പിന്നാലെ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും കായിക കേരളത്തിന്റെ സ്റ്റാളിൽ പന്തടിച്ചു. വിനോദത്തിനും ആരോഗ്യ അവബോധത്തിനുമായി 5 സ്പോർട്സ് സോണുകൾ സ്റ്റാളിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഫൺ സ്റ്റേഷൻസ്, ചലഞ്ചിങ് സ്റ്റേഷൻസ്, ഫിറ്റ്നസ് സ്റ്റേഷൻസ്, ക്രിയേറ്റീവ് ആൻഡ് എൻഗേജ്മെന്റ് സോൺസ്, ഹെൽത്ത് ആൻഡ് അവയർനെസ് സോൺസ് എന്നിവയാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. ഹെൽത്ത് സോണിലെത്തുന്ന ഒരാൾ ആരോഗ്യവാനാണോ അല്ലയോ എന്ന പരിശോധനകൾ നടത്തും. ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന നിലയിലുള്ള ഉയരം, ഭാരം, BMI എന്നിവയും പരിശോധിക്കപ്പെടും. പുഷപ്പ്, പുള്ളപ്പ്, പ്ലാങ്ക് എന്നിനങ്ങൾ ഉൾപ്പെടുന്ന ഫിറ്റ്നസ് ചലഞ്ചും ഇവിടെയുണ്ട്. ബാസ്കറ്റ്ബോൾ, ഷൂട്ടിംഗ്, ആർച്ചറി, ടേബിൾ ടെന്നീസ് മുതലായ ചലഞ്ചുകളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനവും നൽകും. $34,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 160-ലധികം സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രദർശന വിപണന മേളയിലേക്ക് ആദ്യ ദിനം തന്നെ ആയിരങ്ങൾ ഒഴുകിയെത്തി. കഴിഞ്ഞ 4 വർഷക്കാലം സംസ്ഥാനത്തിന് പൊതുവെയും നമ്മുടെ ജില്ലയിലും ഒട്ടേറെ വികസന സാധ്യതകൾക്ക് നേതൃത്വപരമായ പങ്കാളിത്തം വഹിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മളേവരും ഓർക്കുന്നത്. നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഭൂപ്രശ്നങ്ങൾ അതിൻ്റെ ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തുന്നതിനാവശ്യമായ നിയമനിർമ്മാണം, കെട്ടിട നിർമ്മാണ നിരോധനം എന്നത് മാത്രമല്ല, അതെല്ലാം നിയമത്തിൻ്റെ വഴിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു.
64 ഭൂപതിവ ഭേദഗതി നിയമത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരാൻ കഴിഞ്ഞൊരു ഗവൺമെൻറ്റായി സർക്കാർ മാറുമ്പോൾ ഈ ജില്ലയ്ക്ക് നേടിയെടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടവും അതുതന്നെയാണ്. അതിൻ്റെ ചട്ടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും കാലതാമസമില്ലാതെ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സാധ്യതകളുമെല്ലാം മുഖ്യമന്ത്രി ഇവിടെ സംസാരിക്കും. ഇതോടൊപ്പം നമ്മുടെ വികസന രംഗത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ട റോഡുകൾ BMDC നിലവാരമുള്ള റോഡുകളായി പ്രധാനപ്പെട്ട റോഡുകളെല്ലാം മാറാൻ കഴിഞ്ഞു, മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഇതര വികസന സാധ്യതകൾക്കും കൂടി വഴിയൊരുക്കുവാൻ സാധിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കലായിരുന്നു. വിദ്യാഭ്യാസ രംഗം എടുത്താലും ആരോഗ്യ മേഖലയിലുമെല്ലാം വലിയ തോതിലുള്ള നേട്ടങ്ങളുണ്ടായി. ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞൊരു ഘട്ടമായി ഈ ഗവൺമെൻറ് കാലഘട്ടം മാറി. കഴിഞ്ഞ 4 വർഷം മാത്രമല്ല, ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 9 വർഷങ്ങൾ പിന്നിടുകയാണ്. കേരളത്തിൽ തുടർ ഗവൺമെൻറ് ഉണ്ടായി. അതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ദൃശ്യമാക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജില്ലയിലും നേട്ടങ്ങളാക്കി നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു. മെഡിക്കൽ കോളേജിനെ നല്ല നിലയിൽ പ്രവർത്തന സജ്ജമാക്കാനായിട്ട് സാധിച്ചു. ഏതാണ്ട് 90-ലധികം ഡോക്ടർമാർ, 3ാം ബാച്ചിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഏതാണ്ട് 350 കോടി രൂപയുടെ മുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ വർഷം മുതൽ BSc നഴ്സിംഗ് ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളതും പ്രത്യേകമായൊരു നേട്ടമായി എടുത്തു കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശുദ്ധജല വിതരണ രംഗത്ത് നമ്മുടെ ജില്ലയിൽ ഡാമുകളിൽ നിന്ന് വെള്ളമെടുത്ത് സസ്റ്റൈനബിളായി വെള്ളം കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഫ്ലോട്ടിംഗ് പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു. ഏകദേശം 7-8 മാസങ്ങൾക്കകം അത് നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നവർ കൂടി ഇത്ര ആയിരക്കണക്കിന് കുടുംബങ്ങളിലാണ് ശുദ്ധജല വിതരണം നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നടത്തിയിട്ടുള്ള പൊതുവായിട്ടുള്ള നേട്ടങ്ങളിൽ നമ്മുടെ ജില്ലയിലും വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയോടു കൂടിയാണ് നമ്മൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി നേരത്തെയും ഇത്തരത്തിലുള്ള നവകേരള യാത്ര വന്ന സന്ദർഭത്തിലും അതിന് ഓരോ വിഷയങ്ങൾ പരിഹരിക്കപ്പെടലിന് വേണ്ടി നമ്മൾ വീണ്ടും കൂടിയിരുന്ന് ആലോചിച്ച ഘട്ടങ്ങളിലുമെല്ലാം തുടർന്ന് ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വരവും പോക്കും മാത്രമല്ല, വിഷയങ്ങൾ പരിഹരിച്ചോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി വീണ്ടും നമ്മളോട് സംവദിക്കാൻ ഉതകം വിധം കൂടി എത്തിച്ചേർന്നു എന്നുള്ളതിൽ ഏറെ അഭിമാനമുണ്ട്. ഈ നാടിൻ്റെ നേട്ടങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നിങ്ങളേവരോടും ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ സാന്നിധ്യവും ഈ വരവും നമ്മുടെ ഈ നാടിന് ഒരു പുത്തുണർവ് നൽകും എന്നുള്ളതിൽ സംശയമില്ല. നമ്മുടെ മഹാഭൂരിപക്ഷം വരുന്ന മലയോര ജനതയും ജീവിതവൃത്തിക്കായി ഭൂമി തരം മാറ്റി വിനിയോഗിച്ചിട്ടുണ്ട്. അവരുടെ സാധാരണ ചട്ടപ്രകാരം പരിശോധിച്ചാൽ ലംഘനമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ലംഘനം ക്രമീകരിക്കാൻ കഴിയണം. ഇതാണ് സർക്കാർ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഈ നിയമ ഭേദഗതി വന്നെങ്കിലും അതിൻ്റെ ഭാഗമായുള്ള ചട്ടങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഈ ചട്ടങ്ങൾ തയ്യാറാക്കുമ്പോൾ പുതിയ ചട്ടങ്ങളുടെ ഒടുവിൽ ഏതൊക്കെ ചട്ടങ്ങൾക്കാണ് ബാധകമെന്നതിനെക്കുറിച്ച് ഒരു ഷെഡ്യൂളായി ഉൾപ്പെടുത്താമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ഭൂമി ഇനി മറ്റാവശ്യത്തിന് വിനിയോഗിക്കണമെങ്കിൽ അതിന് പുതിയ അനുമതി തരണം.
അപ്പോൾ ആ പുതിയ അനുമതി തേടാൻ കഴിയും എന്നത് ഇതിൻ്റെ ഭാഗമായി വേണമെന്ന് കാണുകയാണ്. അതിനുവേണ്ടി മറ്റൊരു ചട്ടം കൂടി കൊണ്ടുവരാമെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലെ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ഉടമയുടെ താമസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉപജീവനാർത്ഥം നിർമ്മിച്ച കടമുറി അടക്കമുള്ള ചെറിയ കെട്ടിടങ്ങൾ, അത് വീടായാലും ഇത്തരത്തിലുള്ള കടമുറി അടക്കമുള്ള ചെറിയ കെട്ടിടങ്ങളായാലും അത് ക്രമീകരിക്കുന്ന കാര്യത്തിൽ അപേക്ഷ സമർപ്പിക്കുക. അങ്ങനെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തീരുമാനമെടുക്കുന്നൊരു നിശ്ചിത പരിധി വെക്കും. ആ നിശ്ചിത പരിധിക്കുള്ളിൽ തീരുമാനമായില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ തീരുമാനം ലഭിച്ചതായി കണക്കാക്കി മുന്നോട്ട് പോകാൻ കഴിയും. ഡീംഡ് പെർമിഷനായി കണക്കാക്കുക എന്താണ് ഇതിൻ്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനാവശ്യമായ കാലതാമസം ഇതിൻ്റെ ഭാഗമായി ഒഴിവാക്കാൻ കഴിയും. ധാരാളം പേർക്ക് സമയബന്ധിതമായി തന്നെ ഈ സൗകര്യം ലഭ്യമാകും എന്താണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഈ പട്ടയ ഭൂമിയിൽ നിർമ്മിച്ച സർക്കാർ, അർദ്ധ സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, സർക്കാർ ധനസഹായത്തോടെയുള്ള മറ്റ് നിർമ്മിതികൾ, ഇങ്ങനെ പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയുടെ ക്രമീകരണം ഇതിൻ്റെ കൂടെ വരേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ആ നടപടിക്രമം ലഘൂകരിക്കും വിധം ഏകജാലക സംവിധാനം പോലുള്ളവ ഇതിനായി പരിഗണിക്കുന്നതാണ്. ഇതിനു പുറമെ വിവിധ മതവിശ്വാസങ്ങളുടെ ഭാഗമായുള്ള നിർമ്മാണങ്ങൾ, അവയുടെ അനുബന്ധ നിർമ്മിതികൾ, വിവിധ സമുദായ സംഘടനകളുടെ ഓഫീസുകൾ, അനുബന്ധ സ്ഥാപനങ്ങൾ, ഭിന്നശേഷി അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പൊതുസ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ഭൂമിയിൽ പൊതു ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വാണിജ്യ കേന്ദ്രങ്ങളോടൊപ്പമുള്ള നിർമ്മിതികൾ, ഉദാഹരണത്തിന് ബസ് സ്റ്റാൻഡ്, ചന്ത, അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഉൾപ്പെടുന്ന ഭൂമിയുടെ ക്രമീകരണം വേഗത്തിലാക്കാൻ വേണ്ടി നടപടികൾ ലഘൂകരിക്കും. വേറൊരു പ്രശ്നം, അനുവദിച്ച് കിട്ടിയ പട്ടയഭൂമി, ആ പട്ടയഭൂമിയുടെ എത്ര അളവാണോ വകമാറ്റി ഉപയോഗിച്ചത് അത്രയും അളവ് ഭൂമി മാത്രമേ ക്രമീകരണം എന്ന വ്യവസ്ഥയിൽ വരുന്നുള്ളൂ. കാരണം മറ്റുള്ളിടത്തൊന്നും വേറെ ലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉടമസ്ഥന് ആ ഭൂമിയിലെ തന്നെ ബാക്കിയുള്ള ഭാഗം മറ്റൊരാവശ്യത്തിനായി വിനിയോഗിക്കുന്നതിന് പുതിയ ചട്ടങ്ങൾ പ്രകാരം അപേക്ഷ സമർപ്പിക്കാനാവും. പിന്നീടുള്ള വലിയ കെട്ടിടങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതിന്
നിർമ്മിച്ചിട്ടുള്ള 10,000 ചതുരശ്രടിയൊക്കെയുള്ള കെട്ടിടങ്ങൾ ചിലപ്പോൾ കാണും. അവയുടെ ക്രമീകരണം അതും സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രശ്നമാണ്. അതും പരിശോധിക്കുക തന്നെയാണ്. ഏതാവശ്യത്തിനാണോ തരം മാറ്റം അനുവദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും സ്വീകരിക്കേണ്ടതായി വരും. ഇപ്പോൾ നെൽവയൽ തണ്ണീർത്തട നിയമം ബാധകമാകുന്ന സ്ഥലമാണെങ്കിൽ ആ ഭൂമി ക്രമീകരണത്തിന് ആ നിയമം സ്വാഭാവികമായും ബാധകമാകും. 1960 കേരള ഭൂപതിവ് നിയമം അനുസരിച്ച് പട്ടയം ലഭിച്ച ഭൂമി സ്ഥിതി ചെയ്യുന്ന പ്രത്യേക മേഖലകളിലുള്ള ഉയർന്ന നിർമ്മിതികളുണ്ട്. ആ നിർമ്മിതികളിൽ ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പാലിക്കുന്നു എന്നതും ഉറപ്പുവരുത്തും. ഇവിടെ കാണേണ്ട ഒരു പ്രശ്നം, ഈ പ്രശ്നത്തിൽ വിവിധ ഘട്ടങ്ങളിൽ കോടതി ഇടപെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കോടതി വിലക്കുകളുണ്ട്, കോടതിയുടെ ഉത്തരവുകളുണ്ട്. അവയെല്ലാം പരിശോധിച്ച് വേണം തീരുമാനത്തിലേക്ക് കടക്കാൻ. അപ്പം അതിന് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം തേടാൻ ചീഫ് സെക്രട്ടറിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ ആ നടപടിക്രമങ്ങളൊക്കെ ഏറെക്കുറെ പൂർത്തിയായി വരികയാണ്. എത്രയും വേഗം ചട്ടങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് അനുയോജ്യമാകണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അതേപോലെ തന്നെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളുണ്ട്. അവയ്ക്കെല്ലാം അനുസൃതമായി നടപടികൾ സ്വീകരിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഇവ നടപ്പിലാക്കാനും കഴിയണം. ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ 2 ചട്ടങ്ങളാണ് പ്രധാനമായും കൊണ്ടുവരേണ്ടത്. ഒന്ന്, വകമാറ്റി ഉപയോഗിച്ചിട്ടുള്ള ഭൂമി ക്രമീകരിക്കുന്നുള്ള ചട്ടം. രണ്ടാമത്തത്, പുതുതായി മറ്റാവശ്യങ്ങൾക്ക് ഭൂമി വിനിയോഗിക്കുന്നതിന് വ്യവസ്ഥകളടങ്ങുന്ന മറ്റൊരു ചട്ടം. ഇപ്പോൾ നിശ്ചിത അളവ് വരെ നേരത്തെ നമ്മൾ കണ്ടത് 1500 മുതൽ 3000 വരെ സ്ക്വയർ ഫീറ്റ് നിർമ്മാണമുള്ള 15 സെൻറ്റ് വരെയുള്ള നിർമ്മാണം. അപ്പോൾ ആ നിർമ്മാണം ഇളവനുവദിക്കൽ അതിന് സാധാരണഗതിയിലുള്ള ഈ വകമാറ്റലിനുള്ള അപേക്ഷാ ഫീസ് അത് മാത്രം ഈടാക്കി ഈ വകമാറ്റൽ അനുവദിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമാണ്. അതോടൊപ്പം 1500 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ചെറിയ തോതിലുള്ള വകമാറ്റലാണെങ്കിൽ അത് സാധാരണഗതിയിൽ അനുവദിക്കപ്പെട്ടതായി കണക്കാക്കും. ഇപ്പോൾ ഡീംഡ് പെർമിഷൻ്റെ പരിധിയിലാണ് അത് വരിക. അതിന് വലിയ കാലതാമസം ഉണ്ടാകില്ല. വനത്തിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന ഭൂമി ഉണ്ടാവും. അപ്പോൾ വനാതിർത്തി പങ്കിടുന്ന ഭൂമിയിൽ പ്രത്യേക നിബന്ധനകൾ ആവശ്യമായിട്ട് വരും. ഭൂപരിഷ്കരണ നിയമം വ്യവസ്ഥ ചെയ്യുന്ന 15 ഏക്കർ വരെ ഭൂമിയുള്ള ഉടമസ്ഥർക്ക് ഈ ചട്ടങ്ങളുടെ ആനുകൂല്യം ലഭിക്കും. എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുമെന്നർത്ഥം. 15 ഏക്കറിന് മേലെയുണ്ടെങ്കിൽ മാത്രമേ മറ്റു പ്രശ്നങ്ങൾ വരുന്നുള്ളൂ.
ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വ്യവസ്ഥകളനുസരിച്ചുള്ള ഫീസ് ഉണ്ടായിരിക്കും. ആ ഫീസ് അവർ ഈടാക്കും, അതിലെ അപാകതയില്ല. ഇപ്രകാരം നിർമ്മാണം ക്രമീകരിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിഴ ഈടാക്കുന്നത് ഒഴിവാക്കണം എന്ന വ്യവസ്ഥ ഇതിലുണ്ടാവും. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിഴ ഈടാക്കാൻ പാടില്ല. നിയമപ്രകാരം കൊടുക്കേണ്ട ഫീസ് എന്താണോ അത് കൊടുത്ത് ക്രമീകരിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും മേളയുടെ ഭാഗമായി കലാപരിപാടികൾ അരങ്ങേറി. കലാമൂല്യമുള്ള മലയാള സിനിമകൾ കാണാൻ മേളയിൽ സൗകര്യമൊരുക്കിയിരുന്നു. മെയ് 5 വരെ നടന്ന മേളയിൽ 10,000ങ്ങളാണ് പങ്കാളികളായത്.